Hi friends, welcome back. Hope everyone is doing great. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അഫോർഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത് എത്രയായിരിക്കും ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്നാണ്. അതെ, ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1.35 lakhs ആണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റോയൽ എൻഫീൽഡിൽ വണ്ടി ഇറക്കാനായിട്ട് എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യം പറഞ്ഞുതരാം. പണ്ട് തണ്ടർബേർഡ് 350 അവൈലബിൾ ആയിരുന്ന സമയത്ത് അതിന് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് കൊടുത്തിട്ട് 350X എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഇറക്കിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് 350ക്ക് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ച് ഒക്കെ കൊടുത്തിട്ടാണ് ഈ 350X എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയത്. അങ്ങനെ ഉണ്ടായ കോസ്മെറ്റിക് ചേഞ്ചിൽ 2 ഗുണങ്ങളാണ് നമുക്ക് കിട്ടിയത്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ വണ്ടിയുടെ ലുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ വണ്ടിയുടെ പ്രൈസിങ്ങിൽ നല്ലതായിട്ട് ഡിഫറൻസും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബുള്ളറ്റ് 350 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 റേഞ്ചിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി വണ്ടി എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് വന്നിരിക്കുന്ന കോസ്മെറ്റിക് ചേഞ്ചുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ ഔട്ടർ റിംഗ് എന്ന് പറയുന്ന ഒരു ക്രോം ഫിനിഷാണ്, പക്ഷേ ഇതിനകത്ത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അഡീഷണൽ ചെയ്തതാണ് കേട്ടോ. പിന്നെ പെട്രോൾ ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നേരത്തെ ഒരു ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ളൊരു ടാങ്കൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ മാറി ഇപ്പോൾ ഒരു ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലുള്ളൊരു ടാങ്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ലോഗോ ഒക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷാണ് ഈ വണ്ടി മൊത്തം. നമ്മുടെ ബാക്ക് സൈഡിലാണെങ്കിലും ഫ്രണ്ട് സൈഡിലാണെന്നുണ്ടെങ്കിലും റിമ്മ് വരെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ബാക്കിലെ ക്യാരിയറും എക്സോസ്റ്റും ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് അക്സസറീസാണ്. നോർമലി സ്റ്റോക്കായിട്ട് വരുന്ന എക്സോസ്റ്റിൻ്റെ കളർ ക്രോം കളർ തന്നെയാണ്. ഇതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്. സൈഡിലൊക്കെ നമുക്ക് ബുള്ളറ്റ് 350 എന്ന് പറഞ്ഞ ലോഗോ കാണാം. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം, ഈ വണ്ടി കിക്ക് സ്റ്റാർട്ടാണ്, ഇലക്ട്രിക് സ്റ്റാർട്ട് വരുന്നില്ല. ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് ഉണ്ട്, അതിനകത്ത് ഇലക്ട്രിക് സ്റ്റാർട്ടോടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പോർഷൻസ് എല്ലാം പൗഡർ കോട്ടനാണ്. ഇൻഡിക്കേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ടൈലൈറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഹാലജൻ തന്നെയാണ്. പ്രത്യേകിച്ച് LED ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതിനകത്ത്. കോസ്മെറ്റിക് ചേഞ്ചസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിലെ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ടാങ്ക് എടുത്ത് കളയുകയും പിന്നെ ആവശ്യമില്ലാത്ത കുറേ ക്രോം ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് ഒരു നോർമൽ ബുള്ളറ്റ് തന്നെയാണ്. ഇതാണ് എൻ്റെ മീറ്റർ കൺസോളർ. ഫുള്ളി അനലോഗാണ്. അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ലോ ഫ്യൂൽ ഇൻഡിക്കേറ്ററും പിന്നെ ഒരു ABS ലൈറ്റുമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. വണ്ടി ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾ ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഹാൻഡിൽ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഏത് സൈലൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. സോ അതിനുള്ള റിപ്ലൈ ഇപ്പം തന്നെ പറയാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽ സ്റ്റെൽത്ത് ബ്ലാക്കിൻ്റെ ഹാൻഡിലാണ്. ഒരു ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു ലുക്ക് കൂട്ടാനായിട്ടാണ് ഈ ഹാൻഡിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്സോസ്റ്റ് എന്ന് പറയുന്ന മിനി പഞ്ചാബിയാണ്. അതിന് ഏകദേശം ഒരു 1200 500 എന്തോ റേഞ്ചിലുള്ളൊരു എക്സോസ്റ്റാണ്. അത്യാവശ്യം നല്ല സൗണ്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നു. എക്സോസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതും കാണാനായിട്ട് നല്ല രസമാണ്. റോയൽ എൻഫീൽഡിൻ്റെ ബാക്കിയുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ബുള്ളറ്റ് 350ക്ക് നോർമലി അത്യാവശ്യം വൈബ്രേഷനൊക്കെ കുറവുള്ളൊരു വണ്ടിയാണ്. പക്ഷേ ഈ ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരു തരിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേനും. മിററിലോട്ടൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ഒന്നും വരുന്നില്ല, പക്ഷേ നമുക്ക് ഓടിക്കുമ്പോഴത്തേനും ഹാൻഡിലിൽ അറിയാൻ പറ്റുന്നുണ്ട് ഒരു നല്ലൊരു വൈബ്രേഷൻ. ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ബുള്ളറ്റ് 350 എന്ന് പറയുന്നൊരു വണ്ടി ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇപ്പം കുറേ വർഷങ്ങളായി. എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇതിനെക്കുറിച്ച് അവെയറാണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പം BS6 മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് പവർ കുറഞ്ഞിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത്ര നേരം ഈ വണ്ടി ഓടിച്ചതിൻ്റെ ഒരു ഫീഡ്ബാക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് തന്നെയാണ്. അതെന്തായാലും ഒബ്വിയസ്ലി ഇതിൻ്റെ സൈലൻസർ മാറ്റിയോണ്ടാണ് നമുക്കിങ്ങനെ പൊട്ടിച്ച് നടക്കാൻ പറ്റും. അതുമാത്രമല്ല അത്യാവശ്യം നല്ലൊരു നോർമൽ സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യാനായിട്ട് പറ്റിയൊരു വണ്ടിയാണ്. ബാക്കിലൊരു പില്ലിൽ ഇരിപ്പുണ്ട്. അപ്പം അവൻ്റെ വണ്ടിയാണിത്. ഫ്രണ്ടിലൊരു ഓൾഡ് ബുള്ളറ്റ് പോകുന്നുണ്ട്. അപ്പം ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫീലാണല്ലോ. ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വണ്ടി വാങ്ങാറ്. അല്ലാതെ ഈ ടോപ്പ് സ്പീഡും ഇൻഷപ്പുള്ളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ മെയിനായിട്ട് പറയാൻ വിട്ടുപോയൊരു കാര്യം ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ്. ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്. ബാക്കിൽ ഡ്രം ബ്രേക്ക് തന്നെയാണ്, എന്നാലും ഫ്രണ്ടിലെ ഒരു ബൈറ്റ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ABS ഉള്ളതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈവനിയുടെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.5 ലിറ്ററാണ്.
എക്സോസ്റ്റൊക്കെ ചേഞ്ച് ചെയ്തതിന് മുന്നേ ഏകദേശം ഒരു 42 km/l കിട്ടുന്നുണ്ട്. 45 വരെ കിട്ടുന്നവരുണ്ട്. എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 35 to 38 km/l ആണ് ഇപ്പോൾ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എക്സോസ്റ്റൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൈലേജിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഓർത്തിട്ട് മാറ്റുക. മൈലേജിനെ മാത്രമല്ല, എഞ്ചിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യും. പിന്നെ സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്ലാസിക്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും സ്റ്റാൻഡേർഡിൻ്റെ തന്നെ സീറ്റാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോങ് ടൂറിനാണെന്നുണ്ടെങ്കിലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന സ്റ്റാൻഡേർഡിൻ്റെ സീറ്റാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് സീറ്റിംഗ് കംഫർട്ടിന് ഒരു പ്രശ്നമൊന്നുമല്ല. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് വർത്തിട്ടാണ്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്നതിൽ ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. സോ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. സോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നിങ്ങൾ എൻ്റെ കണ്ടൻസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ.